ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പ ലൈവ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവ് വൈബ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് തമിഴ്നാട് സ്പെഷ്യാലിറ്റീസ്, തമിഴ്നാടിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്നത്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 10ാം സ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 6ാം സ്ഥാനവുമാണ് തമിഴ്നാടിനുള്ളത്. അതായത് അത്ര വലിയ സംസ്ഥാനവും അത്രയേറെ ജനസംഖ്യയുള്ള സംസ്ഥാനവുമാണ് തമിഴ്നാടെന്നത്. തമിഴ്നാടിൻ്റെ പോപ്പുലേഷൻ നോക്കുമ്പോൾ 7,21,47,038 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ചെന്നൈ. ഏറ്റവും വലിയ നഗരവും ചെന്നൈയാണ്. തലസ്ഥാനവും ചെന്നൈയാണ്, ഏറ്റവും വലിയ നഗരവും ചെന്നൈയാണ്. മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളെന്ന് പറയുന്നത് കോയമ്പത്തൂർ, മധുരൈ, തിരുച്ചി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങൾ. അപ്പോൾ പണ്ട് കാലത്ത് ഇത് മദ്രാസ് സംസ്ഥാനം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഇതിന് മദ്രാസ് സംസ്ഥാനം എന്ന പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ അതിർത്തികൾ നോക്കുമ്പോൾ കേരളം, അതോടൊപ്പം കർണാടക, അതോടൊപ്പം ആന്ധ്രാപ്രദേശ് എന്നീ 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാടെന്നത്. അതോടൊപ്പം ശ്രീലങ്കയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കൂടിയാണ് തമിഴ്നാടെന്നത്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാടെന്നത്. തെക്ക് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് ഡെക്കാൻ പീഠഭൂമിയും കിഴക്ക് ബംഗാൾ ഉൾക്കടലുമാണ് ഇതിൻ്റെ അതിർത്തികളെന്ന് പറയുന്നത്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ളൊരു സംസ്ഥാനമാണ് തമിഴ്നാടെന്നത്. ഇവിടുത്തെ ആകെ 234 സീറ്റുകളാണ്. ഇവിടെ നിയമസഭയിൽ 234 സീറ്റുകളും ലോക്സഭയിൽ 39 സീറ്റുകളും രാജ്യസഭയിൽ 18 സീറ്റുകളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തമിഴ്നാടിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അതായത് ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 5500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ജനവാസം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം BC 2000 1500 കാലഘട്ടത്തിൽ ഇവിടെ നിന്നും സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ തെളിവുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയതായിട്ട്, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഖനനത്തിലൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ, അതായത് ക്രിസ്തുവിന് മുമ്പ് തന്നെ ഇവിടെ ജനവാസമുള്ളതായിട്ടുള്ള തെളിവുകളാണ് ഇതിൽ നിന്നുമെല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പണ്ടുകാലത്ത് ഇവിടെ ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങൾ ഇവിടെ ഭരിച്ചിരുന്നതായിട്ട്, ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങൾ ഇവിടെ ഭരിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട് ചരിത്രത്തിൽ. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ, ക്രിസ്തുവിന് ശേഷം, അതായത് ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം ഒരു 15ാം നൂറ്റാണ്ടോടുകൂടി ഇവിടെ പോർച്ചുഗീസുകാർ ഇവിടെ വരികയും 1540 മൈലാപ്പൂരിനടുത്ത് അവരൊരു തുറമുഖം സ്ഥാപിക്കുകയും ചെയ്തു. 16ാം നൂറ്റാണ്ടോടുകൂടി ഇവിടെ യൂറോപ്യൻ വ്യാപാര കേന്ദ്രമായി മാറുകയാണ് തമിഴ്നാട് 16ാം നൂറ്റാണ്ടോടുകൂടി. പിന്നീട് 1800 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ മദ്രാസ് പ്രസിഡൻസി രൂപീകരിക്കുകയും സൗത്ത് ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും അതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണ് 18ാം നൂറ്റാണ്ടിൽ. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മദ്രാസ് സംസ്ഥാനം എന്ന പേരിൽ ഇത് അറിയപ്പെട്ടു. പിന്നീട് 1956 തമിഴ്നാട് സംസ്ഥാനം രൂപീകരിച്ചത്. 1956 നവംബർ 1, അതായത് കേരളവും ആ സമയത്ത് തന്നെയാണ്, ഒരേ ഡേറ്റ് തന്നെയാണ്. 1956 നവംബർ 1, 2 സംസ്ഥാനങ്ങൾ ഒരേ ഡേറ്റിലാണ് രൂപീകൃതമായത്. 1956 നവംബർ 1 തമിഴ്നാട് സംസ്ഥാനം രൂപീകരിക്കുന്നു. പക്ഷേ അപ്പോഴും പേര് മദ്രാസ് എന്ന് തന്നെയായിരുന്നു. മദ്രാസ് സംസ്ഥാനം എന്ന പേരിലാണ് പിന്നെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് തമിഴ്നാട് എന്ന പേര് ലഭിച്ചത് 1969 പേര് തമിഴ്നാട് എന്ന പേര് ഈ സംസ്ഥാനത്തിന് കൊടുക്കുന്നത്. 1969 ജനുവരി 14 തമിഴ്നാട് എന്ന പേര് സ്വീകരിക്കുന്നത്. തമിഴ്നാട് എന്ന പേര് വരുവാനായിട്ടുള്ള കാരണം തമിഴ് സംസാരിക്കുന്ന ജനങ്ങൾ ആ രീതിയിലുള്ള ആ ഭാഷയുടെ പേരിൽ തന്നെയാണ് ഈ സംസ്ഥാനം അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ തമിഴ്നാടെന്ന് വിളിക്കുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഏകദേശം 2000 രാജ്യത്തെ തന്നെ ഏറ്റവും നഗരവൽക്കരിക്കപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായിട്ട് തമിഴ്നാട് മാറുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.